മെസ്സി ഇല്ലാതെ കളിക്കാനും കളി ജയിക്കാനും സാധിക്കുന്ന ഒരു അർജന്റീന ടീമിനെയാണ് ഇത്തവണ കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടി ലയണൽ സ്കലോണി ഇറക്കിയത്. അതുകൊണ്ട് തന്നെ മെസ്സി ഗോളടിച്ചില്ലെങ്കിലോ കളിക്കാതിരിക്കുമ്പോഴോ ആ ടീമിനെ അത് ബാധിക്കുന്നില്ല. വിമർശകരുടെ എല്ലാ വാദങ്ങളെയും ചരിത്രത്തിൻ്റെ കാവ്യനീതി കൊണ്ട് മറുപടി പറഞ്ഞ ലയണൽ മെസ്സി ഇന്ന് സമ്പൂർണ്ണ സ്വതന്ത്രനാണ്. വ്യക്തിഗത നേട്ടങ്ങളും ക്ലബ് ഫുട്ബോളിന് വേണ്ടി നേടിയതിൻ്റെ പകുതി പോലും സ്വന്തം രാജ്യത്തിന് വേണ്ടി നേടുന്നില്ല എന്ന് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തവരോട് തുടർച്ചയായ 4 ട്രോഫികളടക്കം തൻ്റെ കരിയറിൽ 9 ഫൈനലിലേക്ക് അർജന്റീനയെ മെസ്സി ഒറ്റക്ക് നയിച്ചു. 2007 മെസ്സി ആദ്യമായി ഒരു സീനിയർ കരിയർ ഫൈനൽ കളിക്കുന്നത്. വെനിസ്വേലയിൽ വെച്ച് നടന്ന കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലിനോട് തോറ്റു പുറത്താവുകയായിരുന്നു. പിന്നീട് 2008 ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന മെസ്സിയും കൂട്ടരും നൈജീരിയയെ തകർത്ത് അർജന്റീനയ്ക്ക് വേണ്ടി കിരീടം നേടി ആദ്യ ലോക ചാമ്പ്യനാവുന്നു. എന്നാൽ ഒരു മേജർ ടൂർണമെന്റ് നേടുക എന്ന മെസ്സിയുടെ ആഗ്രഹവും ആരാധകരുടെ പ്രതീക്ഷയും അവരെ 2014 ലോകകപ്പ് വേദിയിലേക്ക് എത്തിച്ചു. എന്നാൽ എക്സ്ട്രാ ടൈമിൽ ജർമ്മനിക്ക് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന മരിയോ ഗോഡ്സെ അർജന്റീനയുടെയും മെസ്സിയുടെയും പ്രതീക്ഷയ്ക്ക് മുകളിൽ കരിനിഴൽ പടർത്തി. മരിയോ ഗോഡ്സെയിലൂടെ ഏറ്റ മുറിവിന് അർജന്റീന ഫാൻസ് കൂടുതൽ മുറിവേൽപ്പിക്കപ്പെട്ടു. ഗോഡ്സെ ഏൽപ്പിച്ച മുറിവ് മായും മുമ്പേ അടുത്ത വർഷം 2015 കോപ്പ അമേരിക്ക ഫൈനലിൽ അന്ന് ആതിഥേയരായ ചിലിയോട് അർജന്റീന വീണ്ടും തോറ്റു. 2016 വിധി ഒരിക്കൽ കൂടി ചിലിയുടെ രൂപത്തിൽ വന്നപ്പോൾ അതേ കോപ്പ അമേരിക്ക ഫൈനലിൽ വീണ്ടും അർജന്റീന പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റു. മെസ്സി തൻ്റെ അന്താരാഷ്ട്ര കരിയറിന് പോലും അവസാനം കുറിക്കാനെടുത്ത തീരുമാനം ഈയൊരു ഫൈനലിന് ശേഷമാണ്. മാസങ്ങൾക്ക് ശേഷം ടീമിലേക്ക് തിരിച്ചു വന്ന മെസ്സിക്ക് പിന്നീടൊരു ഫൈനൽ കളിക്കാനായത് 2021 കോപ്പ അമേരിക്കയിലാണ്. മറക്കാനയിൽ വെച്ച് ആതിഥേയരായ ബ്രസീലിനെ തോൽപ്പിച്ച് മെസ്സിയും കൂട്ടരും കോപ്പ അമേരിക്ക കിരീടം നേടിക്കൊണ്ട് മെസ്സിയുടെ റിഡംഷൻ കാലഘട്ടത്തിന് തുടക്കമിട്ടു. അവിടുന്ന് അങ്ങോട്ട് യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലിയെ തകർത്ത് ഫൈനലിസിമയും 2022 ലോകകപ്പും 2024 വീണ്ടും കോപ്പ അമേരിക്കയും നേടാൻ മെസ്സിക്കും അർജന്റീനയ്ക്കും സാധിച്ചു. തുടർച്ചയായി 3 വർഷം കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെടുത്തിയ അവസരങ്ങളുടെ കണക്കുകളെല്ലാം ഒന്നൊന്നായി മെസ്സിയും കൂട്ടരും തീർത്തുകൊണ്ടേയിരുന്നു. 2014 വേൾഡ് കപ്പ് തോൽവിക്കും 2015 16 കോപ്പ അമേരിക്ക തോൽവിക്കും ശേഷം 2021 കോപ്പ അമേരിക്കയും 2022 ഫൈനലിസിമയും വേൾഡ് കപ്പും 2024 കോപ്പ അമേരിക്കയിലും അർജന്റീന അവരുടെ വിജയം പൂർത്തീകരിച്ചു. തൻ്റെ നിയോഗം പൂർത്തീകരിച്ച ശേഷം അനന്തതയുടെയും സൗന്ദര്യത്തിൻ്റെയും മൂർത്തരൂപമായി മെസ്സിയുടെ കളി പിന്നീട് പരിവർത്തിക്കപ്പെട്ടു. അത്ലറ്റിസവും തന്ത്രവും പലപ്പോഴും കേന്ദ്രസ്ഥാനം കൈകൊള്ളുന്ന ഫുട്ബോളിൻ്റെ ബൃഹത്തായ ഭൂമിയിൽ ലയണൽ മെസ്സി കലാവൈഭവത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും മാസ്റ്ററായി നിലകൊള്ളുന്നു. മെസ്സിയുടെ കളി കേവലം വിജയമോ സ്ഥിരവിവരക്കണക്കുകളോ മാത്രമല്ല, അത് ഫുട്ബോളിൻ്റെ തന്നെ സൗന്ദര്യമാണ്. മൈതാനത്തെ മെസ്സിയുടെ കളിയുടെ സൗന്ദര്യശാസ്ത്രം കായിക രംഗത്തെയും മറികടന്ന് കാണുന്നവരെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കലാരൂപമാക്കി മാറ്റുന്നു. ഒറ്റനോട്ടത്തിൽ അതിരുകടന്ന തന്ത്രങ്ങളോ അനാവശ്യമായ അഭിവൃദ്ധികളോ ഇല്ലാതെ ലയണൽ മെസ്സിയുടെ കളി വഞ്ചനയിൽ ലാളിത്യമായി തോന്നാം. എന്നിരുന്നാലും ഈ ലാളിത്യമാണ് അദ്ദേഹത്തിൻ്റെ കളി മികവിനെ നിർവചിക്കുന്നത്. ബോളിലേക്കുള്ള ഓരോ സ്പർശനവും ഡ്രിബിളും പാസിങ്ങും കൃത്യതയോടെയും ലക്ഷ്യത്തോടെയും അദ്ദേഹം നടപ്പിലാക്കുന്നു. സൂക്ഷ്മമായ ബോഡി ഫെയിൻറ്റുകളും ദ്രുതഗതിയിലുള്ള ഷിഫ്റ്റുകളും ഉപയോഗിച്ച് നിഷ്പ്രയാസം അദ്ദേഹം ഡിഫൻഡർമാരെ മറികടക്കുന്നു. അതുപോലെ തന്നെ വളരെ കൃത്യമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കളി ലോകത്തിനു മുമ്പിൽ ഒരു സൗന്ദര്യ വസ്തുവായിക്കൊണ്ട് പ്രദർശിക്കപ്പെടുകയും ചെയ്യുന്നു. മെസ്സിയെക്കുറിച്ചും മെസ്സിയുടെ കളിയെക്കുറിച്ചും കൃത്യമായിക്കൊണ്ട് ധാരണയുള്ള ആളുകളാണ് നമ്മൾ. ആരാധകരുമായി അദ്ദേഹം സ്ഥാപിക്കുന്ന വൈകാരിക ബന്ധമാണ് മെസ്സിയെ ഏറ്റവും വ്യത്യസ്തനാക്കുന്നത്. കളിയോടുള്ള ശുദ്ധവും കലർപ്പില്ലാത്തതുമായിട്ടുള്ള അഭിനിവേശത്താൽ ലോകത്തെമ്പാടുമുള്ള ആരാധകരെ ഒന്നിപ്പിക്കുന്ന ഭാഷയ്ക്കും സംസ്കാരത്തിനും അതീതമായ ഒന്നാണ് ഫീൽഡിലെ മെസ്സിയുടെ കഴിവ്. മെസ്സി കരയുമ്പോൾ കൂടെ കരയുന്ന, മെസ്സി സന്തോഷിക്കുമ്പോൾ കൂടെ സന്തോഷിക്കുന്ന ഒരു ലോകം ഇന്ന് നിലവിലുണ്ട്. സൗന്ദര്യത്തെയും അനന്തതയും വിവരിക്കാൻ വേണ്ടി ബോർഹെസ് എഴുതി വെച്ച കവിതാവാക്യങ്ങൾ ഇന്ന് മെസ്സിക്ക് വേണ്ടി സ്വയം വായിക്കപ്പെടുന്നു. ഓ എൻഡ്ലെസ് റോസ്, ഇൻറ്റിമേറ്റ് വിത്തൗട്ട് ലിമിറ്റ്, which the Lord will finally show to my dead eyes. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.